ഹലോ, കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. റൂമിലിരുന്ന് ബോറടിച്ച് പണ്ടാടങ്ങിയപ്പോൾ ചെറിയൊരു യാത്ര പോയാലോ എന്ന് ആലോചിച്ചു. ഇപ്പം ഈ പോകുന്നതൊരു മാളിലോട്ടാണ് കേട്ടോ. ഈ മാള് ഏതാണെന്ന് നിങ്ങൾ പറയണേ, ഞാൻ പറയുന്നില്ല. മാളിൽ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദുബൈയുടെ അടുത്തെത്തി നേരെ മാളിലോട്ട് വിട്ട്. കാരണം ഒരു ഭയങ്കരമായിട്ട് കുറച്ച് ബിസിയും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ നേരെ മാളിൽ ചെന്നെത്തി. ഫസ്റ്റ് കണ്ടത് നമുക്ക് എന്തായാലും ഫുഡാണല്ലോ ആദ്യം കണ്ടത്. ഇതൊരു എന്താ പറയുക ജപ്പാനീസ് ഐസ്ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു സാമ്പിൾ തന്നു. നമുക്ക് സാമ്പിൾ മതി, കാര്യമായിട്ടൊന്നും അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. അതുകൊണ്ട് സാമ്പിൾ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു ഫലൂദ ഉണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ആയിട്ടൊരു ഫലൂദയായിരുന്നു. ടേസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലോകത്തോട്ടാണ് പോയത്. കാരണം കുറച്ച് ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട്, ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ചോക്ലേറ്റ് അല്ല കേട്ടോ ഇത്. ഭയങ്കര ബ്രാൻഡഡ്, അതും എന്താ പറയുക ഡാർക്ക് ചോക്ലേറ്റ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വില തന്നെ നോക്കിയാൽ നിങ്ങൾ. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്, നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയതും പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതല്ല, ഞാൻ എപ്പോഴും മാളിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നത് വെച്ചാൽ വെറൈറ്റി ഫുഡുകളാണ്. നമ്മൾ മലയാളീസ് എപ്പോഴും ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മീൻകറി, തോരൻ, ഇതൊക്കെയാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണതും എപ്പോഴും നമ്മൾ ആ ഫുഡ് ഓർഡർ ചെയ്യണത്. പിന്നെ എന്നൊരു വെറൈറ്റി ട്രൈ ചെയ്യാനൊക്കെ പോയത്. ഇത് നമ്മുടെ നാട്ടിലെ മരച്ചീനിയാണ് കേട്ടോ. മരച്ചീനി മധുരക്കിഴങ്ങ്, തക്കാളിയൊക്കെ വെറൈറ്റിയാണ്. ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്നത് സ്പിന്നീസിലാണ് കേട്ടോ. സ്പിന്നീസിലെ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഒരു രക്ഷയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓർഗാനിക് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ചെക്ക് ഫ്രൂട്ടാണ്. അതിൻ്റെ റേറ്റ് തന്നെ കണ്ടോ, 2 കളറുണ്ട്. ഇതെന്താണെന്ന് അറിയുക, കുബ്ലൂസ് നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയില്ല. അതിൻ്റെ 2 കളേഴ്സ് ഉണ്ട്, വൈറ്റും അതിൻ്റെ തന്നെ റെഡും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഈ സ്ട്രിമ്മ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ട്? അതിൻ്റെ റേറ്റ് ഓക്കെ എത്ര റേറ്റ് തന്നെയെന്ന്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അതുപോലെ നമ്മുടെ ഫാഷൻ ഫുഡിൻ്റെ റേറ്റ് കണ്ടിട്ട് ഞാൻ തലകറങ്ങി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 82 ദിറംസാണ് പറഞ്ഞാൽ. ഇതൊക്കെ ഓർഗാനിക് ആയതുകൊണ്ട് മാത്രമുണ്ട് ഇതിനൊക്കെ നല്ല ഇത്ര റേറ്റ് വരുന്നത്. അതിന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോസ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് അത് കഴിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് വ്യത്യാസം. അല്ലാത്തതും ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റ് കഴിക്കാത്തവർ മസ്റ്റ് ട്രൈ, കാരണം അത്ര ടേസ്റ്റിയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നട്ട്സാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല എല്ലാ ഫ്രൂട്ട്സുകളും മിക്സ് ചെയ്തിട്ടുള്ള ട്രേ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളം ചേർത്തില്ല, ഫ്രഷ് ജ്യൂസാണ് എല്ലാം. പിന്നെ സാലഡ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മേളിൽ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സ്നാക്സുകൾ, ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സാലഡ് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ അവരുടെ. സാലഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സാലഡാണ്, ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒത്തിരി സാൽമൺ വേവിച്ചതും പ്രോൺസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയും കാണാത്തൊരു ബിരിയാണിയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളീസ് അല്ലേ, അതിന്മേൽ തന്നെ കയറി പിടിക്കും. ആ ബിരിയാണിയും കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഒരു നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബ്രെഡിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. വെറൈറ്റി ബ്രെഡുകളല്ലേ, അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിട്ടോ. ചീസും ബട്ടറും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് പ്രോൺസ് ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പ്രോൺസ്, സാലഡ്, സാൻഡ്വിച്ച്, ഇതൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ മീറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. മീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഇതേ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാനായാലും ഫ്രൈ ചെയ്യാനായാലും കട്ട്ലേറ്റിനായാലും അതുപോലെ തന്നെ ബർഗറിനൊക്കെ വെക്കാൻ വേണ്ടി പല വെറൈറ്റീസ് ആയിട്ട് അവർ മസാലയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ മസാലകളും അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്കും വേണ്ട രീതിയിലും. ഇത് ചിക്കൻ്റെ കാലാണ്, അത് നിങ്ങൾ മസ്റ്റ് ട്രൈ. ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ ഫിഷിൻ്റെ ഒരു വശത്തോട്ട് വന്നിട്ടുണ്ട്. ചെമ്മീൻ കുറേ വെറൈറ്റീസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. സാൽമൺ അതിൻ്റെ മുള്ള കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പിന്നിസിൽ വന്ന് ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഇത് മസാല പുരട്ടി വെച്ചതാണ്. പിന്നെ കുറച്ച് ഈ ഒരു ഫിഷിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നെക്സ്റ്റ് ടൈം പറയാം. പിന്നെ നമ്മുടെ പ്രോൺസ് നല്ല വൃത്തിയാക്കി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ല ബോക്സ് അയച്ചിട്ടുണ്ട്. ഇതൊരു സാലഡാണ്. സാലഡ് നമ്മളെ ചമ്മന്തി എന്നൊക്കെ പറയും. അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, കോസ്റ്റ്ലിയാണ്. പിന്നെ ചെറിയ ചീസും ഒലിവെല്ലാം കട്ട് ചെയ്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച ഫുഡാണ് കേട്ടോ. അത് ഞാൻ കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാവേ. പിന്നെ കുറച്ച് ഫ്ലവറിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോയി. ഫ്ലവർ എന്ന് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവറിൻ്റെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി. അപ്പം ഞാൻ നേരെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ നിന്ന് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് 2-3 ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടി വാങ്ങിച്ചതാണ്. ഇത്രയും ഞാൻ കഴിക്കത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൂഡിൽസൊക്കെ ഒരു വെറൈറ്റി മഷ്റൂമൊക്കെ ഇട്ട് ചെയ്തേക്കണായിരുന്നു. കാരണം ആ നൂഡിൽസ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ഉള്ള ഫുഡാണ്. ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെറൈറ്റീസ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോഴും ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റീസ് ഫുഡായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതോടെ വീഡിയോയിൽ കുറച്ച് ഫോട്ടോസും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാളിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ട്. ഇത് ലണ്ടനൊന്നും അല്ല കേട്ടോ, സാധാരണ നമ്മുടെ ദുബായിലുള്ള ഒരു മാളാണ്. അപ്പോൾ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ